മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ കൂട്ടുകെട്ടിൽ വിചിത്രവാദവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ്. മറ്റത്തൂരിലെ രാഷ്ട്രീയ കൂറുമാറ്റം പക്വതക്കുറവ് മൂലമാണെന്നും യു.ഡി.എഫ് അംഗങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നും ഒ.ജെ. ജനീഷ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു പിന്നാലെ ഓപ്പറേഷൻ ലോട്ടസിന്റെ ഭാഗമായി വ്യക്തമായ ധാരണയോടെയാണ് മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ കൂറുമാറ്റം നടന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിയുടെ പിന്തുണ തേടിയത് 8 യു.ഡി.എഫ് അംഗങ്ങളാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ ടി.എം. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോഴ വാങ്ങിയാണ് കൂറുമാറ്റം നടത്തിയതെന്ന് ആരോപിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. എന്നാൽ ഈ ജനാധിപത്യ വിരുദ്ധ നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷിന് പക്വതക്കുറവ് മൂലമുണ്ടായ നടപടി മാത്രമാണ്. യു.ഡി.എഫ് അംഗങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നും കോൺഗ്രസ് ബി.ജെ.പിക്ക് വോട്ട് നൽകിയിട്ടില്ല എന്നുമാണ് ജനീഷിന്റെ വാദം. അല്ല, ഞാൻ പറഞ്ഞത് ഒരു പ്രാദേശികമായ നേതൃത്വത്തിന്റെ പക്വതക്കുറവിനെ, രാജ്യം മുഴുവൻ സംഘപരിവാറിനെതിരെ പടപൊരുതുന്ന കോൺഗ്രസിനെ എത്രമാത്രം അപഹസിച്ചാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തിയത്? എത്രമാത്രം അപഹസിച്ചാണ് പത്രസമ്മേളനം നടത്തിയത്? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രാദേശികമായി നടന്ന ഒരു വിഷയത്തിൽ അവരുടെ, ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്, അവരുടെ പക്വത കുറവാണെന്നാണ് പറഞ്ഞത്. അതായത് പാർട്ടി സർക്കുലർ പ്രകാരം അവരാരും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുന്ന വാദം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് ബി.ജെ.പി വോട്ട് ചെയ്യുമ്പോൾ രാജിവെക്കണമെന്നുള്ളതാണ് ഡി.സി.സിയുടെ നിലപാടും പാർട്ടിയുടെ നിലപാടും. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പിയുടെ പിന്തുണ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമല്ല. നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ഇതിനേക്കാൾ കൂടുതൽ നടപടി ഇനി എടുക്കാനില്ലെന്നുമാണ് ഒ.ജെ. ജനീഷിന്റെ വാദം. കൈരളി ന്യൂസ്, തൃശൂർ.